ഹലോ, ഇന്ന് നമുക്ക് ഓർക്കിഡ് കുറച്ച് വാങ്ങിയതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. ഇത് അക്കൂസ് വ്ളോഗ്സ് ടിപ്സ് എന്ന് പറഞ്ഞ ചാനലിൽ കണ്ടിട്ട് അവിടെ വാട്സപ്പ് നമ്പർ വഴി നമ്മൾ കോൺടാക്റ്റ് ചെയ്തിട്ട് വാങ്ങിയിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഓർക്കിഡ് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ അറിവിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയ്ക്കധികം പേരുകളൊന്നും ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല കേട്ടോ. ചാനലിൽ കയറി നോക്കി കഴിഞ്ഞപ്പോഴാണ് ഓരോന്നിൻ്റെയും പേരുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടൊക്കെ കേട്ടിട്ടുള്ളത്. അപ്പോൾ പൂക്കൾ കാണാനും ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ് അവർ സെയിൽ ചെയ്യണത്. അതുകൊണ്ടാണ് നമ്മളത് വാങ്ങാൻ തന്നെ തീരുമാനിച്ചത് കേട്ടോ. പിന്നെ നമുക്ക് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓർക്കിഡിനെ പറ്റിയിട്ട് എന്ത് കാര്യം വേണമെങ്കിലും നമുക്ക് ആ കുട്ടിയോട് ചോദിക്കാം. എല്ലാത്തിനും നമുക്ക് പെട്ടെന്ന് മെസ്സേജും തരും. അതുപോലെ ഏതൊക്കെ വളങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പോൾ ഒച്ചിൻ്റെ ശല്യം ഭയങ്കരമാണ്. അപ്പോൾ അതിനൊക്കെ ചെയ്യേണ്ടതും അതുപോലെ തന്നെ പെട്ടെന്ന് പൂവുണ്ടാവാനൊക്കെ ആയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ എനിക്ക് ചാനലുള്ള കാര്യമൊന്നും ആദ്യമൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെ ഓർക്കിഡിനെ പറ്റിയിട്ടൊക്കെ ചോദിച്ചതിന് ശേഷമൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. പിന്നെ നമ്മൾക്ക് ഒരു പേടി ഉണ്ടാവുമല്ലോ, നമ്മൾ ഓർഡർ ചെയ്യുമ്പോൾ എങ്ങനെ ചെടികൾ ഏത് തരത്തിലുള്ളത് വരുന്നുള്ളത് നമുക്കൊരു പേടി ഉണ്ടാവുമല്ലോ. പക്ഷെ നമ്മളിവിടെ വന്ന് നമുക്ക് ചൊവ്വാഴ്ചയാണ് ഇത് അയച്ചത്. കൊല്ലത്തു നിന്നാണ് വന്നത്. വ്യാഴാഴ്ച വൈകിട്ട് ഒരു 7 മണിയോട് കൂടിയിട്ടാണ് എനിക്കിത് വീട്ടിലേക്ക് എത്തിയത്. എന്നിട്ട് ഞാൻ ഇത് ഓപ്പൺ ആക്കുന്നത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് 5 സെറ്റ് ആണ് വന്നത്. അതൊരു കോംബോ ഓഫറിലാണ് കേട്ടോ ഞാൻ മേടിച്ചത്. അപ്പോൾ നമുക്ക് തുറക്കുമ്പോൾ ഒരു ടെൻഷനൊക്കെ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികൾ നമുക്ക് ഏത് തരത്തിലാണ് വരാമെന്നുള്ളത് നമുക്കൊരു പേടിയുണ്ടല്ലോ. ആദ്യത്തെ തന്നെ നമ്മൾ തുറന്നു നോക്കിയപ്പോൾ തന്നെ ഒത്തിരി സന്തോഷമായിട്ട് നമുക്ക് വിചാരിച്ചേക്കാളും അപ്പുറമുള്ള നല്ല ഗ്രോത്തും അതേപോലെ തന്നെ മുട്ടൊക്കെയുള്ള ഓർക്കിഡാണ് നമുക്കിവിടെ വന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല ഹെൽത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ 2 ദിവസമൊക്കെ കൊറിയറായിട്ട് വന്നതല്ലേ. അപ്പോൾ ചെടി എങ്ങനെ ഉണ്ടാവുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റില്ല, ചെടിക്ക് യാതൊരു കേടുമില്ല. എന്നാൽ അത്യാവശ്യം ഇലകളൊക്കെ ഉള്ള ചെടി തന്നെയാണ് കേട്ടോ. അങ്ങനെ തന്നെയാണ് ഓരോന്നും വന്നിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഓർക്കിഡ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഇത്തിരി ക്ഷമ വേണം ഇതിന് പൂവുണ്ടായി കാണാൻ. പക്ഷേ നമ്മൾക്ക് പൂവുണ്ടാവാനുള്ള വളങ്ങൾ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ പൂവുണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ അതിന് കൊടുക്കേണ്ട കുഞ്ഞു ടിപ്സുകൾ കാര്യങ്ങളൊക്കെ ആ ചാനലിലുണ്ട്, നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഒച്ചാണ് നമ്മുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം. ഒച്ച വന്നിട്ടാണ് എൻ്റെ ഓർക്കിഡൊക്കെ ഇവിടുത്തെ ഒരുവിധം പോയത്. അത് നോക്കിയാൽ നമുക്ക് പിന്നത്തെ ചെടികളും നല്ലതാണ്. പിന്നെ എല്ലാത്തിൻ്റെയും പേര് അതുമേണ്ട് കേട്ടോ. ഇത് പനീർ റെഡാണ്. ഞാൻ ഇതിൻ്റെ ഫോട്ടോസ് ലാസ്റ്റ് നമ്മളിവിടെ കാണിക്കും കേട്ടോ. നമുക്കിവിടെ വന്ന ഓർക്കിഡിൻ്റെ ഫോട്ടോസ് കേട്ടോ. അപ്പോൾ അത്യാവശ്യം മുട്ടുകളും ഉണ്ട്, എല്ലാത്തിനും ഇലകളും ഉണ്ട് കേട്ടോ. നല്ല പോലെ ഇലകളൊക്കെ വന്നിട്ടുണ്ട്. നല്ല ചെടികളാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഫോൺ നമ്പറും അവരുടെ ലിങ്കും ഞാൻ ഇവിടെ കമൻറ്റിൽ പിൻ ചെയ്ത് വയ്ക്കാം കേട്ടോ. നമുക്ക് വലിയ പരിചരണമൊന്നും വേണ്ടെങ്കിലും എന്നാൽ നമുക്ക് അത്യാവശ്യം നോക്കേണ്ട ഒരു ചെടി തന്നെയാണ് കേട്ടോ ഓർക്കിഡ്. അതായത് നമുക്ക് ഓട്ടുമുറിയും മറ്റേ കരിക്കട്ടയും ചകിരിച്ചോറുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടീനെ വളർത്തിയെടുക്കാവുന്നതേ ഉള്ളൂ. വല്ലാണ്ട് മഴ കൊള്ളിക്കാതെയൊക്കെ നോക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടൂ. പിന്നെ എപ്പോഴും വെള്ളമൊന്നും കൊടുക്കേണ്ട ഒരു കാര്യമില്ല. അതേപോലെ നമുക്ക് പൂവുണ്ടായി കഴിഞ്ഞാൽ 2 മാസമൊക്കെ തന്നെ ഈ പൂക്കൾ നിൽക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം കൊണ്ട് കൊഴിഞ്ഞു പോകണതൊന്നുമല്ലല്ലോ. അപ്പോൾ ഓർക്കിഡിനെ പറ്റിയ പലർക്കും അറിയാമല്ലോ. അപ്പോൾ നമുക്ക് വാങ്ങാനായിട്ട് താല്പര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വാങ്ങിക്കോട്ടോ, ധൈര്യമായിട്ട് വാങ്ങാം നിങ്ങൾക്ക്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുട്ടിയുടെ അടുത്ത് ചോദിക്കുകയും ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ആ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ ഷോർട്സിലൊക്കെ നോക്കി കഴിഞ്ഞാൽ അതിൽ കാണുന്ന അതേ ചെടികൾ തന്നെയാണ് നമുക്കിവിടെ വന്നിട്ടുള്ളതും. അപ്പോൾ ധൈര്യമായിട്ട് നമുക്ക് വാങ്ങിക്കാം കേട്ടോ. നമുക്കിനി വേറെ ചട്ടികളിലേക്ക് മാറ്റണമെന്നില്ല, ഇതിൽ തന്നെ വെച്ചാലും ഒരു കുഴപ്പം സംഭവിക്കില്ല. നല്ല റൂട്ട് കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ ചെടികളുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ടെന്നുള്ളത്. ഞാനും ഇവിടുന്ന് പുറത്തുനിന്നൊക്കെ കുറേ മേടിച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇത്ര നല്ല ചെടികളൊന്നും കിട്ടിയിട്ടില്ല. ഒത്തിരി മുട്ടുകളൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വിശേഷമാണ്. ആർക്കെങ്കിലും ഓർഡർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്ത് ധൈര്യമായിട്ട് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കൊക്കെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനലിലോട്ട് പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യണം കേട്ടോ.
അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.